നമസ്കാരം. ഏകാന്തത, അതിനെ മറികടന്ന് എങ്ങനെ സന്തോഷം കണ്ടെത്താം? അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഇതിനെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ള ഒരു വികാരത്തിൽ നിന്നാണ് കേട്ടോ ഈ കഥ തുടങ്ങുന്നത്. ജീവിതത്തിൽ എനിക്ക് വല്ലാത്തൊരു ഏകാന്തത അനുഭവപ്പെടുന്നു. ആലോചിച്ചു നോക്കൂ, ഈയൊരു വാചകം ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഉള്ളിൽ എവിടെയൊന്ന് തട്ടും. അങ്ങനൊരു ചിന്തയാണിത്. അപ്പോൾ ഈയൊരു വികാരത്തിന് പിന്നിലെ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ ആരാണ് ഇത്രയും വേദനയോടെ ഇത് പറഞ്ഞത്? ആ വാക്കുകൾക്ക് പിന്നിലെ ഹൃദയത്തിൽ തൊടുന്ന കഥയിലേക്ക് നമുക്ക് കടക്കാം. നോക്കൂ, ഈയൊരു മനുഷ്യന്റെ അവസ്ഥ കണ്ടില്ലേ? ഒരു വിരോധാഭാസം പോലെ തോന്നുന്നില്ലേ? കാരണം സാമ്പത്തികമായി നോക്കിയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ആവശ്യത്തിന് പണമുണ്ട്, പെൻഷനുണ്ട്, മക്കൾ നല്ല നിലയിലാണ്, വിദേശത്താണ്, വീട്ടിൽ സഹായിക്കാൻ ശമ്പളത്തിനൊരാളുമുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് വല്ലാത്തൊരു ഒറ്റപ്പെടലാണ്. എന്തോ ഒന്ന് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. പുറമേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാമുണ്ട്. പണമുണ്ട്, വീടുണ്ട്, സഹായിയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ശരിക്കും നഷ്ടപ്പെടുന്നത് എന്താണ്? ഒരു നല്ല വാക്ക് സംസാരിക്കാൻ ഒരാളില്ല, ഒരു കൂട്ടില്ല, ഒരു മനുഷ്യബന്ധമില്ല. കൂടെയുള്ള സഹായിതോലും മിണ്ടാൻ താൽപ്പര്യമില്ലാത്തൊരാളാണ്. ഒന്ന് സംസാരിക്കാൻ, ഒരു കൂട്ടിന്, അതിനുവേണ്ടി മാത്രം ഒരു വൃദ്ധസദനത്തിലേക്ക് മാറാൻ വരെ അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ ഓർത്തുനോക്കൂ, മനുഷ്യബന്ധങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. ഇനി നമുക്ക് ആ ഒരാളുടെ കഥയിൽ നിന്ന് മാറി ചിന്തിക്കാം. കാരണം ഏകാന്തത എന്നു പറയുന്നത് ഒരു സാർവത്രികമായ അനുഭവമാണ്. അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മുടെ ആഖ്യാതാവിൻ്റെ ജീവിതത്തിലും ഇതുപോലൊരു മാറ്റം വരുന്നുണ്ട്. കല്യാണത്തിന് മുൻപ് എപ്പോഴും ആളും ബഹളവും, സിനിമാ സെറ്റല്ലേ, അസിസ്റ്റൻസ്, ക്രൂ, എപ്പോഴും ഒരു തിരക്കിനിടയിലായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് പുതിയൊരു നഗരത്തിൽ ഭർത്താവിനൊപ്പം താമസം തുടങ്ങിയപ്പോൾ ശരിക്കും തനിച്ചല്ല, ഭർത്താവ് കൂടെയുണ്ട്. എന്നിട്ടും വല്ലാത്തൊരു ഒറ്റപ്പെടൽ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇതാണ് ആ കാര്യം. ഏകാന്തത എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി ഒറ്റയ്ക്കാവുന്നതല്ല, മറിച്ച് നമുക്ക് വൈകാരികമായി കണക്ഷൻ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു തോന്നലാണ്. ചിലപ്പോൾ കല്യാണം കഴിച്ചവർക്ക്, ഒരുപാട് സുഹൃത്തുക്കളുള്ളവർക്ക്, എന്തിന് ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ നടുക്ക് നിൽക്കുമ്പോഴും നമുക്ക് വല്ലാത്തൊരൊറ്റപ്പെടൽ തോന്നിയേക്കാം. ഇതിനൊരു നല്ല ഉദാഹരണമാണ് സ്വന്തം മകന്റെ കാര്യം. ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അമ്മയെ കാണുമ്പോഴേ ഓടിവന്ന് കെട്ടിപ്പിടിച്ച് ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ എന്ന് ചോദിച്ചിരുന്ന അതേ മകൻ ഒരു 14 വയസ്സൊക്കെ ആയപ്പോൾ സ്നേഹമൊക്കെയുണ്ട്, പക്ഷേ ആ പഴയ പ്രകടനങ്ങൾ സ്വാഭാവികമായും കുറഞ്ഞില്ലേ? ഇത് കാണിക്കുന്നതെന്താണ്? ബന്ധങ്ങൾ കാലത്തിനനുസരിച്ച് മാറും. എപ്പോഴും ഒരേപോലെ മറ്റുള്ളവർ നമ്മുടെ വൈകാരിക ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈയൊരു തിരിച്ചറിവിൽ നിന്നാണ് ഒരു പുതിയ തീരുമാനം വരുന്നത്. ഭാവിയിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കായി പോകുമോ എന്ന് പേടിച്ചിരിക്കുന്നതിന് പകരം അതിനായി നമുക്ക് ബോധപൂർവം തയ്യാറെടുക്കാം. അതെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഏകാന്തത ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെയെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നതിന് പകരം അതിനെ നേരിടാനുള്ള കരുത്ത് നമുക്ക് എങ്ങനെ മുൻകൂട്ടി നേടാം? അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. ഏകാന്തതയും തനിമയും രണ്ടാണ്. ഏകാന്തത എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്, ആളുകളില്ലാത്തതിൻ്റെ ഒരു വേദനയാണ്. എന്നാൽ തനിമയോ, അതൊരു പോസിറ്റീവ് അവസ്ഥയാണ്. നമ്മളോട് തന്നെ സന്തോഷമായിരിക്കുന്ന, സമാധാനമായിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈയൊരു പരിശീലനം തുടങ്ങുന്നതെങ്ങനെയാണെന്നോ? പഞ്ചഗനയിലേക്ക് ഒറ്റയ്ക്കൊരു യാത്ര പോയിട്ടാണ്. പക്ഷേ ഇതൊരു അടിച്ചുപൊളി വെക്കേഷനായിരുന്നില്ല കേട്ടോ, ഇതൊരു ട്രെയിനിങ് ആയിരുന്നു. സ്വയം പര്യാപ്തത പഠിക്കാനുള്ള ഒരു പരീക്ഷണം. അവിടെ വെച്ച് പെട്ടെന്നൊരു ദിവസം കടുത്ത അലർജി വന്നു. കഷ്ടകാലത്തിന് അത്യാവശ്യം വരുന്നൊന്നും കയ്യിലെടുത്തിട്ടുമില്ല. പുറത്തിറങ്ങി ഒരു ഫാർമസിയിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥ. തീർത്തും നിസ്സഹായയായി. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കാവുക എന്നതിൻ്റെ ഒരു പച്ചയാൾ അനുഭവം അതായിരുന്നു ആ യാത്ര. കണ്ടില്ലേ, ഈ യാത്രകളുടെ യഥാർത്ഥ ലക്ഷ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കലല്ല, മറിച്ച് നമുക്ക് നമ്മുടെ തന്നെ ഏറ്റവും നല്ല കൂട്ടാവാൻ സാധിക്കണം. നാളെ ഒറ്റയ്ക്കൊരു സാഹചര്യമുണ്ടായാൽ അതിനെ ഭയമില്ലാതെ നേരിടാനുള്ളൊരു ആന്തരിക ശക്തി ഉണ്ടാക്കിയെടുക്കുക. അതാണ് ലക്ഷ്യം. ശരി, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ സന്തോഷം കണ്ടെത്താനുള്ള പ്രായോഗികമായ ചില വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാന തത്വം ഇതാണ്. നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിലായിരിക്കരുത്. അത് മറ്റൊരാളുടെ സാന്നിധ്യത്തെ ആശ്രയിച്ചാവരുത്. അത് നമ്മളിൽ നിന്ന് തന്നെ വരേണ്ട ഒന്നാണ്. അപ്പോൾ അതിനുള്ള ചില വഴികളാണിത്. 1. എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഹോബി തുടങ്ങുക. 2. മനസ്സിനെ എപ്പോഴും ആക്റ്റീവാക്കി നിർത്തുന്ന എന്തെങ്കിലും ഗെയിമുകളോ പസ്സിലുകളോ ചെയ്യുക. 3. പുതിയ എന്തെങ്കിലും പഠിക്കുക. അത് പുതിയൊരു ഭാഷയാവാം, ചരിത്രമാവാം, എന്തുമാവാം. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനൊക്കെ എവിടെയാ സമയമെന്ന്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം എന്താണെന്നറിയോ? പഠനങ്ങൾ പറയുന്നത് ഒരു ദിവസം വെറും 15 മിനിറ്റ്
നിങ്ങളൊരു പുതിയ കാര്യത്തിനു വേണ്ടി മാറ്റിവെച്ചാൽ മതി. കാലക്രമേണ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നല്ലൊരു വൈദഗ്ധ്യം നേടാൻ പറ്റും. അപ്പോൾ തുടങ്ങാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, അല്ലേ? തുടങ്ങാനിതാ നിങ്ങൾക്ക് ചില ഐഡിയകൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള മറ്റെന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് ഇന്ന് തന്നെ ഒരു 15 മിനിറ്റ് അതിനായി മാറ്റിവെച്ചാലോ? അത് നിങ്ങളുടെ സന്തോഷത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പായിരിക്കും. അപ്പം നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളുടെയെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമുക്കൊന്നുകൂടി ഉറപ്പിക്കാം. ഇത് എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ആളുകൾ വരും, പോകും. നമ്മുടെ സാഹചര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ സന്തോഷത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. കാരണം ആരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അതെ, നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ഇതാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം കാതൽ. മറ്റൊരാൾ വന്നാലോ പോയാലോ നമ്മുടെ സന്തോഷം ഇല്ലാതാവരുത്. ആ താക്കോല് നമ്മൾ ആർക്കും എറിഞ്ഞുകൊടുക്കരുത്. അത് ഭദ്രമായി നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ച് നിർത്തുകയാണ്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി ഏത് ചെറിയ കാര്യമാണ് നിങ്ങൾ ഇന്നു മുതൽ ചെയ്തു തുടങ്ങാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ചെറിയൊരു തുടക്കം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. നന്ദി.